നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ്. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളിലെ പെയിൻഫുൾ എൻഡിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു, ആ ക്രൈസിസ് മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഇതിനാവശ്യം ഡീപ്പ് ഹീലിംഗ് ആണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. ഹോപ്പ് ആണ് ഈ കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. അബണ്ടൻസിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ്. നിങ്ങൾ സമാധാനത്തോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കോൺഫിഡൻസ് ആണ് ഇവിടെ ആവശ്യം. കംഫർട്ട് ആൻഡ് സെക്യൂരിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു. പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് വരുന്നു. വിശ്വസിക്കാം, നിങ്ങളുടെ എഫേർട്ട് യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ വേദന എന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ്, അബണ്ടൻസ് തന്നെയാണ്. ഫോർ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു റിച്ച് ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് അവരുടെ ചിന്തകളെയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അതിയായി വേദനിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അവരുടെ തിരിച്ചുവരവാണ്. ഇവിടെ നൈറ്റ് ഓഫ് വൺസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അവർ ആക്ഷൻ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഒരു കറേജ് കിട്ടുന്നുണ്ട്. അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അഡ്വഞ്ചർ ആയിട്ടാണ് അവർ ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തീവ്രമായ പ്രണയം എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ആക്ഷൻ എടുക്കുകയാണ്. അവർ തീരുമാനമെന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. നിങ്ങൾ അനുഭവിച്ച ദുഃഖം മാറുന്നു. നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്വപ്നം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരുടെ തിരിച്ചുവരവ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്.